ഈഷ, ഇവിടെ എന്ത് നോക്കിക്ക? സ്നേഹിച്ച പെണ്ണും എന്നെ മറന്നുപോയി, മോഹിച്ച രാവും ദൂരെ അകന്നുപോയി. കാലച്ചെറുപ്പത്തിൽ നനച്ചുപോയി നിന്നെ, സ്നേഹം പകർന്ന നീ മറന്നുപോയോ? സ്നേഹിച്ച പെണ്ണും എന്നെ മറന്നുപോയി, മോഹിച്ച രാവും ദൂരെ അകന്നുപോയി. ഞാൻ നിങ്ങളോട് വരാൻ പറഞ്ഞത് മറ്റൊന്നുമല്ല. നിങ്ങളുടെ മകൾ സൈനയും ആ ഉസ്മാൻ ഖാന്റെ മകനും അടുപ്പത്തിലാണ്. ആദ്യമൊക്കെ എന്നോട് ഇവിടുത്തെ സ്റ്റുഡന്റ് പറഞ്ഞപ്പോഴും ഞാനത് വിശ്വസിച്ചില്ല. കാരണം അവരൊന്നിച്ച് പഠിച്ചതല്ലേ, അവർ ഫ്രണ്ട്സ് അല്ലേ എന്ന് കരുതി. പിന്നീടാണ് ഞാനത് ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ശരിക്കു പറഞ്ഞാൽ അവരടുപ്പത്തിൽ തന്നെയാണ്. നല്ല കൂട്ടുകാരായിരുന്നു. ഭാര്യ ഒരിക്കൽ എന്നോട് സൂചിപ്പിച്ചായിരുന്നു. ഇനി ഇത് വീട്ടിൽ പറഞ്ഞിട്ട് ഒരു വഴക്കുണ്ടാക്കണ്ട. നമ്മുടെ കുട്ടികളല്ലേ, അവരെ പറഞ്ഞ് മനസ്സിലാക്കുക. അതാണ് ഏറ്റവും നല്ല കാര്യം. ഏതായാലും മാഷ അറിയിച്ചു നന്നായി. ഞാൻ വരില്ല. പാർവണ ചന്ദ്രിക പോൽ നീ അരികിൽ വന്നില്ലേ, പാതി കൂമ്പിയ മിഴിയാളെ എന്നെ നോക്കിയിരുന്നില്ലേ. പാർവണ ചന്ദ്രിക പോൽ നീ അരികിൽ വന്നില്ലേ, പാതി കൂമ്പിയ മിഴിയാളെ എന്നെ നോക്കിയിരുന്നില്ലേ. സ്നേഹസ്പർശം നിനക്കായി ഞാൻ ആദരത്തിൽ നൽകിയില്ലേ, മോഹശലഭമായി നീ എന്നും മനതാരിൽ വന്നില്ലേ. സഖിയേ സഖിയേ നീ അരികിൽ വരികില്ലേ, സഖിയേ സഖിയേ നീ അരികിൽ വരികില്ലേ. സ്നേഹിച്ച പെണ്ണും എന്നെ മറന്നുപോയി, മോഹിച്ച രാവും ദൂരെ അകന്നുപോയി. ഖദീജ, നിനക്കറിയോ, പറമ്പ് കിളക്കാനും വരുന്ന ഉസ്മാന്റെ മകനെയാണ് നിന്റെ പുന്നാരമോൾ ഭാവി ഭർത്താവായി കരുതി വെച്ചു. അവര് തമ്മിൽ അടുപ്പത്തിലാണ്. നിനക്ക് ഇത്ര ബുദ്ധി ഇല്ലാണ്ടായോ? ഒരു കാലത്ത് ഉമ്മാനെ അടുക്കളയിൽ സഹായിച്ചിരുന്നത് ഈ അസീമിന്റെ ഉമ്മയാ. അവരുടെ മകനെയാണോ നീ പ്രേമിച്ചത്? ഉമ്മ, ഞങ്ങൾ ചെറുപ്പം മുതൽ കളിച്ചു വളർന്നതാ. എനിക്ക് അവനെ തന്നെ വേണം. എനിക്കൊരു ജീവിതം ഉണ്ടെങ്കിൽ അത് അസീമിനോടൊപ്പമായിരിക്കും. എന്റെ കൊക്കിൽ ജീവനുള്ള കാലം അത് നടക്കില്ല. നീ വാശി പിടിക്കുകയാണെങ്കിൽ ഒരു തുണ്ടൻ കയറുപയോഗിച്ച് ഞാൻ ഉത്തരത്തിൽ അങ്ങ് തൂങ്ങും. പിന്നെ നിനക്ക് കാണാൻ കഴിയാ എന്റെ മയ്യത്ത്. ഓർത്തോ? ഉമ്മ, ഇയാളെ നിങ്ങൾ വിചാരിച്ച ആളല്ല. ഗൾഫിൽ നല്ലൊരു ജോലിയുള്ള ആളാ. മോനെന്ത് ജോലി? ഞാനൊരു വിദേശ കമ്പനിയുടെ മാനേജറാണ്. അമേരിക്കൻ കമ്പനിയാണ് അല്ലടാ, നല്ല സാലറിയാണ്. കാത്തിരുന്ന നാളുകളെല്ലാം വ്യർത്ഥമായി പോയില്ലേ, ചേർത്തു വെച്ച കിനാക്കളെല്ലാം കാറ്റിൽ പറന്നില്ലേ. അസീം, നീ എന്നെ മറക്കണം. എന്താ സൈന നീ പറയുന്നത്? ഞാൻ നിന്നെ മറക്കുകയോ? എന്നെ കൊണ്ട് കഴിയില്ല. നമ്മുടെ ബന്ധം വീട്ടുകാർ അംഗീകരിക്കില്ല. ഞാൻ ഒരുപാട് പറഞ്ഞു നോക്കി, അവർ എന്നെ വഴക്ക് പറഞ്ഞു. നമ്മുടെ വിവാഹം അവർ നടത്തി തരില്ല. സൈന, പോരാത്തേന് എന്റെ വിവാഹം ഉറപ്പിച്ചു ഒരു ഗൾഫുകാരനുമായി. നിനക്കൊരു ജോലി പോലും ഇല്ലാത്ത അവസ്ഥയിൽ നമ്മൾ എങ്ങനെ ജീവിക്കാനാ? ഞാൻ എന്ത് ത്യാഗം ചെയ്തിട്ടാണെങ്കിലും ഒരു ജോലി നട. ഇന്ന് നിന്റെ കൂടെ പോന്ന എന്റെ ഉപ്പ പിന്നെ ജീവനോടെ ഇരിക്കില്ല. എന്നെ മറന്നേക്കും. നീ എന്നെ വിട്ടു പോകല്ലേ സൈന. സ്നേഹിച്ച പെണ്ണും എന്നെ മറന്നുപോയി, മോഹിച്ച രാവും ദൂരെ അകന്നുപോയി.